വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വൈറ്റമിൻ B12 ആൻഡ് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഫീഡ്ബാക്ക്. അതായത് ഞാൻ അതിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ച് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ട്, 1.5 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ അടുത്തൊരു ഫീഡ്ബാക്ക് പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് പേര് ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മെയിൽ വഴിയും അതുപോലെ തന്നെ FB വഴിയും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കഥ തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. കാരണം ഞാൻ മാത്രമല്ല, ഈ ലോകത്ത് ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് പറയേണ്ട ബാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് വരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പനി ജലദോഷമൊക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ അസുഖം എന്നതാണെന്ന്. പക്ഷെ നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് അത് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ എന്താണെന്നൊരു അറിയാനുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവും അല്ലേ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുറച്ച് ആൻസൈറ്റി കൂടുതലാണ്, ആകാംക്ഷ കൂടുതലാണ് എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ തിരയലും അതുപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ വൺസ് നമ്മുടെ അസുഖം ഇന്നതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല. കാരണം ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിനനുസരിച്ചുള്ള മരുന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അതുവരെയുള്ള സ്റ്റേജാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ആൻസർ ചിലപ്പോൾ ഡിസ്റ്റർബിങ് ആയിരിക്കും. നമ്മുടെ മനസ്സിലൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് അത് എവിടെ എത്താം എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അവസാനം ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം അയ്യോ ഞാൻ എന്തിനാ അത്ര വേണ്ടാതെ ചിന്തിച്ചത് നമ്മൾ പലരും ആലോചിക്കാറുണ്ട് അല്ലേ. അപ്പൊ അസുഖം വരുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചിന്തിച്ച് കൂട്ടി അത് ക്യാൻസർ ആക്കുന്ന രീതിയാണ് ഞാനടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ നേരെ പോയി ഡോക്ടറോട് പറയാം. ഡോക്ടറെ കണ്ടിട്ട് സംസാരിക്കുക, എന്താണ് എൻ്റെ പ്രശ്നങ്ങളാണ് എനിക്ക്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുള്ള പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞാൻ പലതും പറഞ്ഞിട്ടും അവർ മരുന്ന് എഴുതി തരാനല്ലാതെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഇപ്പോൾ തോന്നുന്നു, ഇപ്പം ഞാൻ പറഞ്ഞ സിംറ്റംസ് പ്രകാരം നിങ്ങൾക്ക് പറയാൻ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനത്തെ സിംറ്റംസ് ഞാൻ പറഞ്ഞ പോലെ കൈതരിപ്പ്, കൈവേദന, ബോഡി പെയിൻ, ബാക്ക് പെയിൻ, അതുപോലെ തന്നെ തലവേദന, ബ്ലഡ് വിഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. പിന്നെ ഭയങ്കരമായിട്ട് കിതപ്പ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ 2-3 സിംറ്റംസ് ഒക്കെ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പറയുക, എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അതുപോലെ തന്നെ B12 ഒന്ന് നോക്കാൻ പറയണം. അല്ലാതെ അവർ നോക്കുന്നില്ല. അതെനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. എല്ലാ ഡോക്ടേഴ്സിനെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. അത് നോക്കി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിനുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്. അത് ഡോക്ടർ പറയുന്ന പ്രകാരം കറക്റ്റായിട്ട് രീതിയിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇദ്ദേഹം സഹായിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തെ ആ കണ്ടുപിടിക്കുന്നവരെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മളെ അസുഖം ഇന്നതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സപ്ലിമെന്റ്സ് ഒക്കെ ഞാൻ കറക്റ്റ് ടൈമിൽ കഴിക്കുന്നുണ്ട്. അതിൻ്റെതായ നല്ല റിസൾട്ടും ഉണ്ട്. എനിക്കിപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, മറ്റേ 3 മാസത്തെ മുമ്പത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ എന്നോട് പലരും ചോദിച്ചിട്ട് എന്ത് പറ്റി ചേച്ചി, എന്താണ് അസുഖം എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു അല്ലേ. കാരണം നമുക്ക് നമ്മുടെ വിഷമം എങ്ങനെ നമ്മുടെ ഫേസിലാണ് അത് പ്രതിഫലിക്കുക സാധാരണ രീതിയിൽ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് അത് കാണും. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നമല്ല, എനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് എല്ലാ തരത്തിലും, ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്നൊന്നും പറയാൻ പറ്റില്ല, വൈറ്റമിൻസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് കുറേ കൂടെ ബുദ്ധിമുട്ടായിരുന്നു. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെ അമ്മമാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്കും അതുപോലെ തന്നെ ഹസ്ബൻഡിനും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ സാരമില്ല നമുക്ക് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ കഴിക്കാം എന്നുള്ള രീതിയിൽ നമുക്കുള്ള കാര്യങ്ങൾ മാറ്റിവെക്കും. അതാണ് എനിക്കും സംഭവിച്ചിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ 2 ഓറഞ്ച് എടുക്കും, നന്ദുവിന് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും, അവയ്ക്ക് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അതിലൊരു ഗ്ലാസ് കുടിക്കാൻ ഞാൻ മെനക്കിടാറില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ശരീരത്തിൽ അതായത് 35+ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 വയസ്സിന് മേലെ ഉള്ള സ്ത്രീകൾക്ക് നമുക്ക് സാധാരണ രീതിയിൽ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വൈറ്റമിൻസും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കഴിക്കില്ല, പാല് കഴിക്കില്ല, അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ആവശ്യമുള്ള B12 എനിക്ക് ശരീരത്തിലേക്ക് കിട്ടാത്തൊരു അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഇത്രയും ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും ഇത് അറിയുന്നില്ല. എനിക്ക് ദൈവം സഹായിച്ചിട്ട് എനിക്കത് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഞാൻ
എപ്പോഴും ഒരു എന്താ പറയുക, ഞാൻ ഏത് സമയത്തും മാപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മേനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അമ്മയ്ക്ക് എന്ത് പറ്റിയതാണ്. അവൾ റിട്ടയർ ആവുന്നവർ അമ്മയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൈഗ്രെയിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റിട്ടയർ ലൈഫ് ആയതിനു ശേഷമാണ് അമ്മ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയത്. ഡിപ്രഷൻ ഇൻ ദ സെൻസ് അറിയാലോ, പല ടീച്ചേഴ്സിനും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പെട്ടെന്ന് കുട്ടികളിൽ നിന്ന് ഒഴിഞ്ഞു വീട്ടിലോട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ പലർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മനസ്സിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, റൂമിൽ ഒതുങ്ങിക്കൂടി പുറത്തേക്കൊന്നും ഇറങ്ങാതെ TV എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പല കാര്യങ്ങളും അമ്മ ഓപ്പണായി സംസാരിക്കില്ലായിരുന്നു. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമ്മുടെ സൂര്യപ്രകാശം കിട്ടുന്നില്ല അല്ലെ, ആവശ്യത്തിനുള്ള വൈറ്റമിൻ D3 നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരും. അതുപോലെ തന്നെ എൻ്റെ അമ്മയും വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ ആണെന്ന് മാത്രമല്ല വളരെ കുറച്ച് ഭക്ഷണം അമ്മ കഴിക്കുന്നുള്ളൂ. അത് വെറുതെ പരിപ്പ്, പയറ് അല്ലെങ്കിൽ കുമ്പളങ്ങ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ അമ്മ കഴിക്കുന്നുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണവും അമ്മയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ അമ്മ ആ സമയത്തൊക്കെ എന്നോട് പറയായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സിംറ്റംസ് മുഴുവൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ പറയാ, കൈതരിപ്പ്, അതുപോലെ തന്നെ കൈവേദന, ബാക്ക് പെയിൻ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഏത് സമയത്ത് അമ്മയ്ക്ക് കംപ്ലൈന്റ് ആണ്, അസുഖം 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 എന്ന് പറഞ്ഞ് കംപ്ലൈന്റ്. അപ്പൊ ഞാനും അച്ഛനും പറയും എപ്പോഴും അമ്മയ്ക്ക് അസുഖമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മനെ ഒരു എന്താ പറയാ, അമ്മ പറയുന്നത് ചുമ്മാ അമ്മ വെറുതെ പറയുന്ന രീതിയിൽ പലപ്പോഴും ഞാനത് വെറുതെ എടുത്തിട്ട് എന്താ പറയാ, എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ സങ്കടം വരികയാണ് സത്യം പറയുകയാണെങ്കിൽ. അത് നമ്മൾ എല്ലാ മക്കളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഈ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത പല കാര്യങ്ങളും ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മക്കളും ഹസ്ബൻഡും കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ കണക്ട് ചെയ്യായിരുന്നു. അമ്മ പറയുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി. അമ്മ പലപ്പോഴും പറയാറുണ്ട്, നിനക്ക് അസുഖം വരുമ്പോഴേ മോളെ നിനക്ക് അറിയുള്ളൂ അമ്മ പറയണതിന്റെ വിഷമം, അല്ലെങ്കിൽ നീ ഒരു അമ്മയാവുമ്പോഴേ അറിയുള്ളൂ എന്നൊക്കെ നമ്മളെ പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ. സത്യമാണത്. അപ്പൊ അന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അമ്മനെ കളിയാക്കിയിട്ടുണ്ടെന്നല്ലാതെ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല. പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴും മനസ്സിന്റെ തോന്നലാന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് മുഴുവൻ. ആരും ഈ B12ഉം D3 ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല അന്നത്തെ കാലത്ത്. അപ്പൊ എന്താ, കുറെ ഡിപ്രഷന്റെ മെഡിസിൻ കൊടുക്കും, അല്ലെങ്കിൽ പെയിൻ കില്ലർ കൊടുക്കും എന്നല്ലാതെ വേറെ പല ഡോക്ടേഴ്സിന്റെ പലതരം മെഡിസിൻസ് കൊടുക്കുന്നല്ലാതെ ഈ ഒരു സംഭവം അമ്മ കഴിച്ചിട്ടില്ല. എനിക്കറിയാതെ. അപ്പോൾ എനിക്ക് വന്നപ്പോഴാണ് ഞാനത് എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, ഈ അമ്മയും ഇതേ ബുദ്ധിമുട്ടി. അപ്പൊ നമ്മൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആവശ്യമില്ലാത്ത പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നുകൂടും. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ ഡോക്ടറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കുറേ കാലം ഈ സെയിം കണ്ടീഷനിൽ നമ്മുടെ ബോഡി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ഒരു കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നെർവ്സ് ഒക്കെ പതുക്കെ വളരെ വീക്കായി മാറും. പിന്നെ തിരിച്ചത് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ചും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ. അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അമ്മയുടെയും എൻ്റെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ടെസ്റ്റ് ചെയ്തു. റുട്ടീൻ ചെക്കപ്പും അമ്മയ്ക്ക് നമുക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ടോ ബ്ലഡിൽ അതെല്ലാം ടെസ്റ്റ് ചെയ്തു അമ്മയുടെ എൻ്റെ. കാരണം എനിക്ക് മെഡിസിൻ സപ്ലിമെന്റ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് അറിയണമായിരുന്നു. അപ്പൊ എനിക്ക് ദൈവം സഹായിച്ചിട്ട് എല്ലാം ഇപ്പൊ നോർമലാണ്. B12ഉം അതുപോലെ തന്നെ D3 ഒക്കെ നോർമലായി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മയുടെ റിസൾട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ D5 ഉണ്ടായിരുന്നുള്ളൂ, B12ഉം വളരെ കുറവായിരുന്നു, പിന്നെ സോഡിയം ജസ്റ്റ് ബ്രിമ്മിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ 3 കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കൂടി തന്നെ കടന്നു പോകും. അപ്പോൾ ഞാനിത് ഓൾറെഡി എനിക്ക് അറിയായിരുന്നു ഇതായിരിക്കും അമ്മയുടെ അസുഖം എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ആ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരിക്കലും സർപ്രൈസ്ഡ് ആയിരുന്നില്ല. അമ്മയ്ക്ക് ഇപ്പോൾ സപ്ലിമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല മാറ്റമുണ്ട്. ഇപ്രാവശ്യം നാട്ടിൽ വലിയ വെക്കേഷനിൽ പോകുമ്പോഴേക്കും അമ്മയുടെ അസുഖം പൂർണ്ണമായിട്ടും കുറയുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അമ്മമാരാണെങ്കിലും നമ്മുടെ അച്ഛന്മാരാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറയുന്ന പോലെ കുറച്ച് മുതിർന്നവരോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരാരെങ്കിലും ഒക്കെ ഇതേപോലെ പല സിംറ്റംസ് പറയുമ്പോൾ നിങ്ങൾ അതിനെ തള്ളിക്കളയാതിരിക്കുക. അതായത് അതിപ്പോ എപ്പോ നോക്കിയാലും ഒരു അസുഖം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, നമ്മളൊരു കളിയാക്കുന്ന ഒരു മനോഭാവം ഉണ്ട് പലർക്കും. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ പറയുമോ അമ്മയ്ക്ക്, പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞ പോലെ നമ്മൾ വലുതായി നമുക്കും അതേ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് പല കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ കുട്ടികളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഒരു അമ്മയായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ അമ്മമാരെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നോക്കിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം അല്ലെ. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കണം. ഈ പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കാറുണ്ട് അല്ലെ, അതുപോലെ തന്നെ മനുഷ്യന്റെ കാര്യങ്ങളും. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീക്കോ പുരുഷനോ അസുഖങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സും ദയവായി ശ്രദ്ധിക്കണം പ്ലീസ്. എനിക്കതൊരു അപേക്ഷയാണ്. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ കാര്യത്തിന് വേണ്ടി പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴും അവർക്കൊരു പുച്ഛ മനോഭാവമാണ്. കാരണം 70 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ്, ഇനിയിപ്പോൾ അവർക്ക് എന്ത് മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. എൻ്റെ അമ്മയല്ലേ, അവർക്ക് ഒരു 70 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീ ആയിരിക്കാം, പക്ഷെ നമുക്ക് നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മയുടെ അസുഖം മാറുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അല്ലേ.
അപ്പോൾ 70 അല്ലെങ്കിൽ 60 വയസ്സിനുള്ള മേലെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ഡോക്ടറെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വരുമ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായും കേൾക്കാനുള്ള ഒരു മനസാന്നിധ്യം നിങ്ങൾ കാണിക്കണം ദയവേത്. ഞാനൊരു കഴിഞ്ഞ കൊല്ലം അമ്മേനെ കൊണ്ടുപോയില്ല, ഞാനും ജാൻ്റെ അമ്മയും കൂടി ഒരു ഡോക്ടറെ അടുത്ത് കാണാൻ പോയി. അമ്മ ഫുൾ കിടപ്പിലായിരുന്നു, എനിക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇനി എനിക്കില്ല, നിങ്ങൾ പ്രതീക്ഷ വെക്കേണ്ട, ഇനിയിപ്പോൾ എന്താ പറയുക ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, വേറെ ഒന്നും ചെയ്യണ്ടെന്നാണ് ആൾ പറഞ്ഞത്. നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ പോലുള്ളൊരു സമയമില്ല അവർക്കെന്ന് പറഞ്ഞാൽ വലിയ വലിയ പേഷ്യൻസും എന്താ പറയുക വലിയ ക്യാൻസറും അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറും അല്ലെങ്കിൽ ആക്സിഡന്റ് കേസൊക്കെയാണ് വലിയ കാര്യം. നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും കേൾക്കാൻ അവർക്കൊന്നും സമയമില്ല. എല്ലാവരും കുറ്റം പറയില്ല ഞാൻ, പക്ഷെ പല ഡോക്ടേഴ്സും ഉണ്ട് അങ്ങനെ. അപ്പോൾ ദയവേത് അതൊന്നും മനസ്സിലാക്കണം, എല്ലാ ജീവനും തുല്യമാണ് അല്ലേ. ചെറിയ പനിയായിട്ട് വന്ന ആൾക്കാർക്കാണെങ്കിലും ക്യാൻസർ വന്ന ആൾക്കാരാണെങ്കിലും ഡോക്ടേഴ്സ് നോക്കുമ്പോൾ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് നോക്കുക. ദയവേത് എനിക്കൊരു അപേക്ഷയാണ്, കാരണം ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലരിടത്തുനിന്ന് എനിക്ക് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലല്ല, ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ അസുഖം ഇങ്ങനെ മാറാതിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. നിങ്ങൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുന്നത് അമ്മേനെ കാണിക്കാത്ത. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ അസുഖം മാറുമെന്ന് വെച്ച് കഴിഞ്ഞാലും അമ്മ എനിക്ക് നടക്കുന്ന അപ്പോഴാണ്, അപ്പോഴേ ഞാൻ അമ്മേനെ വീഡിയോയ്ക്ക് മുന്നിൽ കാണിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഒരു വാശി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയിട്ട് അമ്മനെ എനിക്ക് നടത്തിച്ചു. അമ്മ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു. ഇപ്രാവശ്യം പോയപ്പോഴും അമ്മ സംസാരിച്ചില്ലേ, നല്ല മാറ്റമില്ല അമ്മയ്ക്ക്. തീർച്ചയായിട്ടും ദൈവ സാഹചര്യം ഇനിയും മുന്നോട്ട് അമ്മ നന്നായിട്ട് സംസാരിക്കും, കുറച്ചും പഴയതിനേക്കാളും കൂടുതൽ നല്ല ആരോഗ്യവതിയായിരിക്കും തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിലുള്ള കുറേ കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ തണുപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ നാട്ടിലേക്ക് വരാനുള്ള പ്രശ്നങ്ങളും ദൂരം. അപ്പോൾ അവർ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പലരും പറയും എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ പല ഹോബി ചെയ്യണം. ഞാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ നമുക്കൊരു അസുഖം വരുമ്പോൾ ഇതിനൊന്നും നമുക്ക് താല്പര്യം വരില്ല, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ 3 മാസം അനുഭവിച്ചുകൊണ്ട് എനിക്കറിയാം നമുക്കൊരാളെ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സെയിം സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാം അതത്ര വലിയ ഈസിയുള്ള കാര്യമല്ല. അവരെ കുറ്റപ്പെടുത്തുക മാത്രം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരാൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ അവരുടെ പൊസിഷനിലൊന്ന് നിന്ന് നോക്കുക. അതിനുള്ളൊരു 2 മിനിറ്റ് സമയമെങ്കിലും നമ്മൾ കണ്ടെത്തുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നാട്ടിലും ഈ പറഞ്ഞ പുറത്തൊക്കെ താമസിക്കുന്ന കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും കുറച്ച് സമയം മാറ്റി വെക്കുക. എനിക്ക് ഈ സമയം കൊണ്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ നല്ല കുട്ടിയായി, രാവിലെ എനിക്ക് കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല ആരോഗ്യത്തോട് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ഫാമിലിക്ക് താങ്ങായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ല വീഡിയോസ് എടുക്കണമെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യം വേണം. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും രാവിലത്തെ സമയം അല്ലെങ്കിൽ ഏതെങ്കിലും സമയം നമുക്കെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇതെല്ലാം സാധിക്കുള്ളൂ. കാരണം കുട്ടികൾ വരുമ്പോഴേക്കും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോൾ അവരെ കൂടെ സ്പെൻഡ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ബിസിയായി മാറും അല്ലേ. അപ്പോൾ രാവിലത്തെ സമയം ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് സ്വന്തമായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ നന്നായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിട്ട ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ മാത്രമല്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാനിപ്പോൾ മുട്ട കഴിക്കാൻ തുടങ്ങി, പാല് കുടിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നു. മനസ്സിലായോ? നമ്മൾ അസുഖമായിട്ട് കിടക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ 2 ആൺകുട്ടികളുള്ള ഒരു അമ്മയാണ് ഞാൻ. ഹസ്ബൻഡും 2 ആൺകുട്ടികളാണ്. ഇപ്പോൾ എൻ്റെ മക്കളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തൊക്കെ തരുമില്ല എന്നൊന്നുമില്ല. എന്നാൽ പോലും നമ്മൾ ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് കിടക്കുമ്പോൾ ഒന്നും നടക്കില്ല. വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം താറുമാറായി പോവും അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കിടന്നു കഴിഞ്ഞാൽ തന്നെ സമാധാനം ഉണ്ടാവില്ല. എങ്ങനെ സമാധാനത്തോടുകൂടി കിടക്കുക? അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേക്ക് വീട്ടിൽ നമുക്ക് അസുഖമായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ അമ്മയുണ്ട് നമ്മളെ നോക്കാൻ അല്ലേ. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ തന്നെ എണീറ്റ് വന്ന് നമുക്കുള്ള ആഹാരം ഉണ്ടാക്കി അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ആഹാരം ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. എത്ര ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും? 2 ദിവസം കഴിയുമ്പോഴേക്കും മടുപ്പാവും അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിയെങ്കിലും വന്നുണ്ടാക്കും, ഒരു പയറ് തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. കാരണം അതാണ് നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരോഗ്യത്തിൽ ഇരുന്നാൽ മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുള്ളൂ.
അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ മനസ്സിന്റെ ചിന്തകൾ എന്ന് പറയുമ്പോൾ കുറെ ഡോക്ടേഴ്സ് ഡിപ്രഷനുള്ള മരുന്ന് തരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഇപ്പോൾ ഞാൻ PCOD കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതുപോലെ തന്നെ തൈറോയിഡിന്റെ ഉള്ള ആൾക്കാരാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ B12 D ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഈ ഡിപ്രഷൻ വരും. ഡിപ്രഷൻ ഇൻ ദ സെൻസ് നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളിലോട്ട് നമ്മൾ പോവാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മരിക്കാൻ പോവാണോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആരുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസുഖമാണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാട് വരെ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അങ്ങനെ ചിന്തിക്കണ്ട, എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഡൈവേർട്ട് ചെയ്ത് വിടണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഈ പറഞ്ഞ പോലെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവില്ലേ. അപ്പോൾ ഞാനിപ്പോ എനിക്ക് എന്താ പറയാ കുക്കിങ്ങിന്റെ എക്സ്പെരിമെന്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള എക്സ്പെരിമെന്റ്സ് നല്ല റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലേ എനിക്ക് സന്തോഷമാവുള്ളൂ. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു കുക്കിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുക. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഈ പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ ഈ വേണ്ടാത്ത ചിന്തകൾക്ക് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. വേണ്ടാത്ത ചിന്തകൾ വരികയാണെങ്കിൽ പറയും, നമ്മൾ സ്വയം പറയാം, എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്, ഞാൻ ചിന്തിച്ചു കൂട്ടിയാലും എൻ്റെ അസുഖങ്ങൾ മാറുമോ? ഇല്ലല്ലോ, അസുഖങ്ങൾ മാറില്ല, പക്ഷെ കൂടുകയുള്ളൂ. നമ്മൾ പറയില്ല, നമ്മൾ ചിന്തിച്ച് വേണ്ടാത്ത അസുഖങ്ങൾ വരുത്തി വെക്കാന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വേണ്ട എന്ന് സ്വയം മനസ്സിനോട് പറയാം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇവരെല്ലാവരും പോയതിനു ശേഷം നമ്മൾ കണ്ണാടിയിൽ നോക്കുക. കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാ, വീണ, ഞാൻ എൻ്റെ പേര് തന്നെയാണ് പറയുന്നത്, വീണ, you are so beautiful, you are so good, you are talented, നിനക്ക് എന്തും പറ്റും, നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നിനക്ക് എല്ലാവരും ഇല്ലേ, നീ ഇവിടെ സേഫ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തമായി മോട്ടിവേറ്റ് ചെയ്യുക. ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യാനൊന്നുമല്ല ഞാൻ പറയുന്നത്, കാരണം നമ്മൾ തന്നെ നമ്മുടെ കണ്ണാടിയിൽ നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നും. പക്ഷെ നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെയാണ് അല്ലെ. ഞാനിപ്പോൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്, രാവിലെ ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണ്ടി ഞാൻ കണ്ണാടിന് മുന്നിൽ ഒരു 10 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യും. ഞാൻ കുറച്ച് എന്നോട് തന്നെ സംസാരിക്കും. പക്ഷെ ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഈ പണിന് മട്ടാന്ന് വിചാരിക്കും. പക്ഷെ അതൊരു ഭയങ്കര ഒരു റിലാക്സേഷനാണ്, സത്യം പറയാലോ. അത് എനിക്ക് ട്രിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ശ്രീദേവി ആന്റിയാണ്. ശ്രീദേവി ആന്റിയുടെ ഞാനും ശ്രീദേവി ആന്റിയും കൂടെ ഇന്റർവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു സംഭാഷണം കുറച്ച് ക്ലിയർ അല്ലാണ്ടായിപ്പോയി. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇന്റർവ്യൂ എടുത്തതാണ്. അപ്പോൾ ആ ഫാനിന്റെ സൗണ്ട് എല്ലാം കൂടി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുമ്പോൾ ക്ലിയർ ആയിട്ട് ആന്റിയുടെ അടുത്ത് വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ ആന്റിയാണ് എനിക്ക് ഈ ടിപ്പ് പറഞ്ഞു തന്നത്. കാരണം സ്വയം മോട്ടിവേറ്റ് ചെയ്യുക, ആരും ഉണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ തരാൻ. അപ്പോൾ നമ്മൾ സ്വയം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് പറയാം, വീണ, യു ആർ ദ ബെസ്റ്റ്. സ്വയം അങ്ങനെ പറയാം. അപ്പൊ ഇന്നാളെ സിനിമയിൽ ഞാൻ കണ്ടിരുന്നു, വിജയ് സൂപ്പറും പൗർണമിയാന്ന് തോന്നുന്നു, പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പൊ സ്വയമായിട്ട് പറയാം, ഐ ആം സൂപ്പർ, അല്ലെങ്കിൽ ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് സ്വയം ഒരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കുന്നു നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ആത്മവിശ്വാസം തോന്നും. അതുപോലെ തന്നെ പറയാം, എനിക്കൊരു അസുഖമൊന്നുമില്ല, ഞാൻ എന്തിനാ എത്ര വിഷമിക്കുന്നത്, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞ ഒരു 10 പ്രാവശ്യം പറയാം. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു എനർജി ഒക്കെ വരും. പിന്നെ നമുക്ക് നമ്മുടെ പണികൾ, അടുക്കളത്തെ പണികളൊക്കെ ചെയ്ത് പിള്ളേർ വരുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുക. അപ്പൊ നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നേരെ തന്നെ ഒട്ടും വൈകിക്കാണ്ട് ഡോക്ടറെ അടുത്ത് പോയി നമ്മുടെ സംശയങ്ങളാണ് പറയാം, ഡോക്ടർ എനിക്ക് ഇന്ന സംശയങ്ങളൊക്കെ ഉണ്ട്, ഗൂഗിളൊന്നും നോക്കണ്ട, സംശയങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഈ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കണം. അത് വേറെ കാര്യം. ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നു ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഞാൻ എന്തിനും ഇതൊക്കെ വേണ്ടാത്ത ചിന്തിച്ചു കൂട്ടിയത്, എന്നെ ബ്ലഡ് റിസൾട്ട് വന്നല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് സ്വയം ഒരു ആശ്വാസം തോന്നും. അല്ലെങ്കിൽ ഇത് റിസൾട്ട് കിട്ടുന്ന വരെ വേണ്ടാത്ത ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാം. ഇപ്പൊ എന്റെ ഹെയർ ലോസിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ വിറ്റമിൻ B12 അതുപോലെ തന്നെ D ഡെഫിഷ്യൻസി ഉള്ള കാരണമായിരുന്നു എനിക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ PCOD ഉണ്ടായിരുന്നു, ചിലർക്ക് തൈറോയിഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ഹെയർ ലോസ് ഉണ്ടാവും. ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് നല്ല മുടി കൊഴിച്ചിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ മുടി നന്നായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഞാൻ പറയാം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാരണം എന്റെ പൂർണ്ണമായി മുടി കൊഴിച്ചിൽ മാറാണ് എനിക്ക് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയറിന്റെ കാര്യങ്ങളൊക്കെ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള, എനിക്ക് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ താല്പര്യമില്ല. എനിക്ക് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവണമെന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിലുകൾ സംഭവിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് കൊണ്ട് സംഭവിക്കാം, അതായത് ഷാമ്പൂ അതുകൊണ്ട് സംഭവിക്കാം. ചിലർ മുടി ഹീറ്റ് ചെയ്യാം, സ്ട്രെയിറ്റനറൊക്കെ ഉപയോഗിച്ചിട്ട് സംഭവിക്കാം. അങ്ങനെ ഞാൻ പല അന്നത്തെ മറ്റേ മുടി കൊഴിച്ചിലിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ സംഭവിക്കാം. അപ്പോൾ ഇന്ന് പല വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഒരു ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറ്റാം, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് മാറ്റാം. അത് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ
ഒരുപാട് പേര് വിക്സിന്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് മെസ്സേജ് എനിക്ക് ഡെയിലി വരുന്നുണ്ട്. ചേച്ചിയുടെ അഭിപ്രായം പറയൂ, വിക്സ് തേച്ചെന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കൂടെ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ പ്രായമുള്ള മാതാപിതാക്കളുള്ള മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ദൂരെയാണെങ്കിൽ പോലും നമ്മൾ അവരെ വിളിക്കുക. ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഞാനിപ്പോ വീട്ടില് നമ്മുടെ എല്ലാ റൂമിലും ക്യാമറ വെച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ് ടേബിളിന്റെ അവിടെ മാത്രം ക്യാമറ ഇല്ല. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ട് അമ്മ എന്തൊക്കെ ചെയ്യുന്നു, എപ്പോഴാണെങ്കിലും അമ്മനെ നമുക്ക് കാണാൻ, അമ്മനെന്നല്ല വീട്ടിലുള്ള എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോൺ ചെയ്ത് സംസാരിക്കുക. അപ്പൊ കുറേ പാരന്റ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മോളുടെ പാരന്റ്സ് എത്ര ലക്കിയാണ്, മോൾ എത്ര നന്നായിട്ടാണ് അമ്മനെ അച്ഛനെ നോക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എനിക്ക് പറ്റുന്നില്ല അമ്മേനെ അച്ഛനെയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് സാധിക്കുന്നില്ല. ദൈവം സഹായിച്ചിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും വിളിക്കാത്ത കുറേ കുട്ടികളെ എനിക്കറിയാം. പാരൻസിനെ വിളിക്കാത്തതും അവരുടെ വിഷമങ്ങളും അവരുടെ സങ്കടങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ആൻറ്റിമാരും ഒക്കെ, അങ്കിൾമാരും വരാറില്ല, ആൻറ്റിമാരാണ് എൻ്റെ അടുത്ത് പറയാറുള്ളത്. അപ്പം നിങ്ങൾ ദയവേത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഇപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഞാൻ പറയാൻ ഡെയിലി വിളിക്കണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അമ്മേനെ വിളിക്കുക, അച്ഛനെ വിളിച്ച് സംസാരിക്കുക. കാരണം ഇത്രയും ദൂരെയല്ലേ നിങ്ങൾ താമസിക്കുന്നത്. അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാവരും അല്ല കേട്ടോ, വിളിക്കാത്ത മക്കളോടെ ഞാൻ പറയുന്നത്. അപ്പൊ ദയവ് ചെയ്ത് അവരെ വിളിച്ചൊന്ന് സംസാരിക്കുക. അമ്മയുടെ സുഖം എങ്ങനെ, അമ്മയ്ക്ക് സുഖമാണോ, എന്തിന്റെ വിശേഷം, എന്ത് ഭക്ഷണം കഴിച്ചു അമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷമല്ലേ അത്? അല്ലാണ്ട് നിങ്ങൾക്ക് അവരുടെ അമ്മയ്ക്ക് നിങ്ങളുടെ വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ ആ ഒരു 5 മിനിറ്റ് സമയം മാത്രം കൊടുത്താൽ മതി. നമുക്കത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പൊ ചെയ്യുന്നതാണ് നമ്മുടെ മക്കള് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മള് മക്കള് കാണുകയാണ്, അമ്മമ്മനെ വിളിക്കുന്നില്ല, അച്ഛനെ വിളിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ ഇവരെ വലുതാവുമ്പോ ഇവരെ നോക്കുന്നെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അറിയാണ്ട് അവരെ മനസ്സിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ പല ഇഷ്യൂസ് ഉണ്ടാവും മക്കളും അമ്മമാരും തമ്മിൽ. പക്ഷെ അതെല്ലാം വളരെ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും മരിച്ചു പോകുന്ന മനുഷ്യരാണ് അല്ലേ? അപ്പോൾ നമ്മുടെ പാരന്റ്സ് മരിച്ചു പോയതിനു ശേഷം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വിഷമിച്ചിട്ടോ അയ്യോ ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ എനിക്ക് ഇങ്ങനെ പറയാമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സങ്കടപ്പെട്ടിട്ടോ റിഗ്രറ്റ് ചെയ്തിട്ടോ വല്ല കാര്യമുണ്ടോ? അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കൊച്ചു കാര്യമാണെങ്കിൽ പോലും ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. കുറേ ആൻറ്റിമാരുടെ റിക്വസ്റ്റ് ആണ്. പേരൊന്നും എടുത്ത് പറയാൻ എനിക്ക് നിർവാഹമില്ല, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മക്കൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദയവ് ചെയ്തിട്ട് അമ്മേനെ വിളിക്കാം, അച്ഛനെ വിളിക്കുക, സംസാരിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് കളയുക. കാരണം അവർ പ്രായമായി, അവർക്ക് നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ, ആരും പൂർണ്ണരല്ല, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. നമ്മൾ 100% ശരിയെന്ന് പറഞ്ഞാൽ നമ്മളും ദൈവത്തിനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? നമ്മൾ വെറും മനുഷ്യരാണ്. അത് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. അപ്പോൾ എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. എപ്പോൾ മനസ്സിലാവുന്നോ അപ്പം നമ്മൾ തിരുത്താൻ ശ്രമിക്കുക. അത് മനസ്സിലായപ്പോൾ നമ്മൾ തിരുത്തുമ്പോൾ നമ്മുടെ മനസാക്ഷി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിന് വല്ലാത്തൊരു സമാധാനം കിട്ടും. കാരണം നമുക്ക് സുഖമായിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ചിലർ പറയാറുണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പലതരം ചിന്തകളാണ് മനസ്സിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ചിന്തകൾ കൂടെ കൊണ്ട് കിടക്കുന്നത്? ചിന്തകളൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് മാക്സിമം പറ്റുന്ന ചിന്തകളൊക്കെ അങ്ങ് ഒഴിവാക്കി വിടുക, മനസ്സിനെ ശുദ്ധീകരിക്കുക. അപ്പോൾ രാവിലത്തെ സമയം മറക്കരുത്. സ്വന്തമായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ മുടി സംരക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും വിക്സിന്റെ കാര്യമാണെങ്കിലൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്